ടീല വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എന്താ ചെയ്യുന്നതെന്നറിയാം, നമ്മുടെ അടുക്കളയെല്ലാം മൊത്തം ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ വീട് വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട്. കർക്കിടക മാസം ആവുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ആദ്യം അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴുകുന്നത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. ഞാൻ കഴുകുന്നത് ജോലികൾ ചെയ്ത് എൻ്റെ പാത്രങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി. കാരണം ഇനിയും കഴുകാനുണ്ട്. പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ ഇത്രയും പാത്രം ഞാൻ കഴുകിയതായി. അപ്പോൾ ഇനി ഇത്രയുള്ള ഇതിൽ കൂടുതലും പാത്രങ്ങളുണ്ട്. കിച്ചൺ ടേബിളിൻ്റെ അടിയിലൊക്കെ നിറയെ പാത്രങ്ങളുണ്ട്. കാരണം നമ്മൾ ആദ്യമൊക്കെ നമ്മളിവിടെ എന്ത് പാത്രം കണ്ടാലും നമ്മൾ വാങ്ങിയിടും. പക്ഷെ ഇപ്പൊക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പാത്രം കഴുകൽ കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ജനലും ചുമരും കഴുകുകയാണ്. ജനൽ കഴുകുമ്പോൾ ഞാൻ ആദ്യം ബ്രഷ് കൊണ്ടാണ് പൊടികളൊക്കെ തട്ടിക്കളഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു വെട്ടിത്തരാൻ പറ്റി, ഒരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ജോലികളുള്ള പൊടിയൊക്കെ തട്ടുമായിരുന്നു. അത് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് തട്ടിയിട്ട് പൊട്ടിപ്പോയി. അങ്ങനെ ഇപ്പം കർട്ടൻ താഴ്ത്താൻ പറ്റില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനി അത് വാങ്ങിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ജനലിലൊക്കെ പൊടിയൊക്കെ തട്ടി പിന്നെ ഞാൻ ചകിരി കൊണ്ട് സോപ്പ് ഇട്ടിട്ട്, സോപ്പല്ല പാത്രം കഴുകുന്ന ലിക്വിഡ് ഇട്ടിട്ട് കമ്പികളെല്ലാം കഴുകി. പിന്നെ ചുമരും ചകിരി കൊണ്ട് കഴുകി. വെള്ള ടൈൽസ് ആയതുകൊണ്ട് കഴുകിയാൽ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ജോലികൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുമല്ലേ. പിന്നെ ജോലികൾ ചെയ്യുമ്പോൾ എന്തെന്നറിയോ, നമ്മൾ വേറെ പണികളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനലിൻ്റെ മുകളിൽ കഴുകുമ്പോൾ അടുക്കളയിലെ ജനലിലൊക്കെ ആകുമ്പോൾ എണ്ണ മെഴുക്കുക അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കഴുകണം. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, വെറുതെ അതിൻ്റെ മുകളിൽ നിന്ന് വീഴാൻ നിൽക്കണ്ട, സ്റ്റൂളുമിലൊക്കെ കയറിയിട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ജോലിനെ ബാധിക്കില്ല. നമ്മൾ തിരക്ക് പിടിച്ച ജോലിയിലാണ്. അപ്പോൾ അങ്ങനെ ചുമരൊക്കെ കഴുകി. ഇനി ആ ബോക്സെല്ലാം കഴുകാറുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കഴുകുള്ളൂ. കഴുകുകയൊക്കെ ചെയ്യാം. കാരണം ഇതിപ്പോൾ ഇന്നത് ചെയ്യാനുള്ളൊരു മൂഡാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാണ്. പിന്നെ ചുമരിൽ കഴുകുമ്പോഴാണ് സുഖം. വേറെ തട്ടും തടസ്സമൊന്നുമില്ലാതെ ഒരു ചുമര് മാത്രം കഴുകുന്നത് നല്ല സുഖമാണ്. വേറെ നമുക്ക് അതിൻ്റെ ടെൻഷനൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഴുകുന്നത്. പണ്ടൊക്കെ വയനാട്ടിലാണെങ്കിൽ ഇങ്ങനെ കർക്കിടക മാസം ആവുന്നതിന് മുന്നേ നിലവിളക്ക്, ഉരുളി, കിണ്ണം, ഇങ്ങനെ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴുകും. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. അതൊക്കെ കഴുകും. കുട്ടിക്കാലത്ത് അമ്മമാർ അതൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവരും. കുറേ ഉമിയും വെച്ച് തരും. അപ്പോൾ ഉമി കൊണ്ട് അരച്ചിട്ടായിരുന്നു അന്ന് വിളക്കൊക്കെ കഴുകിയിരുന്നത്. ഇന്നിപ്പം നമ്മൾ പിത്തൽ പൗഡറൊക്കെ ഇട്ടിട്ടാണല്ലോ കഴുകുക. അപ്പോൾ എന്തായാലും എൻ്റെ അടുക്കള ക്ലീനിങ്ങിൽ ചുമര് ക്ലീനിങ് ഏകദേശം കഴിയാറായി. നമുക്ക് ഒരു ഭാഗത്ത് ചുമരും കൂടെ കഴുകാനുണ്ട്, ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഭാഗത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൗ എല്ലാം കഴുകണം. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി, കിച്ചൺ ടേബിളിൻ്റെ മുകളിൽ കയറി അങ്ങനെയൊക്കെ വേണ്ട കഴുകാൻ. അതുകൊണ്ട് ഇഴുന്നതിനും പേടിയാണ്. സോപ്പൊക്കെ അവിടെ എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നോക്കാം എങ്ങനെയാണ് കഴുകാമെന്ന്. ശ്രദ്ധിച്ച് കഴുകണം. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റൗ എല്ലാം കഴുകണം. സ്റ്റൗവിൻ്റെ പ്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോക്കാം. അലമാരയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഹൈറ്റ് കുറവായത് കൊണ്ട് എന്തായാലും കയറിയിട്ട് വേണം കഴുകാൻ. അപ്പോൾ അതും ഒരു വിഷയമാണ്. ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഈ ക്ലീനിങ്ങൊക്കെ ചെയ്യുമ്പോൾ വലിയ പാടാണ്. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞവരൊക്കെ എങ്ങനെയാണാവോ ചെയ്യുകയെന്ന്. എന്തായാലും അതൊക്കെ ഓരോ സമയത്ത് ചെയ്യുന്ന ജോലികൾക്ക് ഓരോ ഇതാണ്. കാരണം രസമാണ്. നമുക്കത് ചെയ്യണം എന്നുള്ളൊരു, അതുപോലെ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ 10 ദിവസവും നമ്മൾ ആഘോഷിക്കുമല്ലോ. അതുപോലെയാണ് അടുക്കളയിലുള്ള സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ ഒരു രസമായിരിക്കും. കാരണം ഓരോരോ പണികൾ കഴിയുമ്പോൾ അടുത്ത പണി എന്താണ് ചെയ്യുക, അടുത്തത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനും അതുപോലെ ഒരു മൂഡ് തോന്നുമ്പോൾ നമ്മളെല്ലാം ചെയ്യും. അല്ലാത്ത സമയത്തും ജോലികളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾക്ക് ഒരു പേരാണ്, കർക്കിടക മാസം ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓണാവുന്നതിന് മുന്നേ എന്നൊക്കെയല്ലേ നമ്മൾ പറയുക പണികളൊക്കെ. അങ്ങനെ ചുമരുകളൊക്കെ കഴുകുകയാണ്. ഇപ്പം കഴുകിയപ്പോൾ തന്നെ വെള്ള ടൈൽസ് ആയതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്, നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ അത് കഴുകി. ഇനി സ്റ്റൗ കഴുകണം. സ്റ്റൗവിൻ്റെ പ്ലേറ്റൊക്കെ കഴുകാനുണ്ട്. അതിൻ്റെ ജാളികൾ, പ്ലേറ്റ് അതെല്ലാം കഴുകണം. പ്ലേറ്റ് കഴുകലാണ് ഒരു ശ്രദ്ധയോട് കൂടെ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം അതിൻ്റെ വക്കിനൊക്കെ നല്ല മൂർച്ചയായിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ആപത്ത് വന്നിട്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ കിച്ചൺ ടേബിളൊക്കെ നല്ല അടിപൊളിയായി എല്ലാം കഴുകി കഴിഞ്ഞു. പ്ലേറ്റും കൂടെ കഴുകി വെച്ച് ബാക്കിയുള്ള വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ സൂപ്പറാവും.
ഇത് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ നമ്മൾ ചെയ്യും. പക്ഷെ പേര് പറഞ്ഞ് ചെയ്യുന്ന ആ ജോലികൾ അത് മാത്രം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണത് ചെയ്യുക. പണ്ടൊക്കെയാണ് കർക്കിടക മാസമാകുമ്പോൾ മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ്. ഇപ്പം പൊതുവെ മഴ കുറവാണ്, എന്നാലും ഉള്ള മഴയുണ്ട്. ഇപ്പോഴും വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടി എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചെയ്യുന്ന ജോലികൾ, ഞാൻ ചെയ്യുന്ന വീഡിയോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ പറയുക. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ ചെയ്യാനുള്ള എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ കിച്ചണായതുകൊണ്ട് ചെറിയ പണികളും കുറച്ച് നേരത്തെ പണികളൊക്കെയാണ്. ഇനിയും ഉണ്ട്, ജോലികളൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്. വഴിയെ കാണാം. ഓക്കെ.